ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ വൻ നാശം വിതച്ച കനത്ത മഴയാണ് തുടരുന്നത്. മഴക്കെടുതിയിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിലും മറ്റു ജില്ലകളിലുമായി കനത്ത മഴ തുടരുന്നത് ജനജീവിതത്തെയും കാര്യമായി തന്നെ ബാധിച്ചു തുടങ്ങി. കഴിഞ്ഞ ദിവസമുണ്ടായ മേഘവിസ്ഫോടനത്തിലും തുടർച്ചയായ കനത്ത മഴയിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. മാത്രമല്ല, നിരവധി വാഹനങ്ങളാണ് വെള്ളത്തിൽ ഒഴുകിപ്പോയത്. തുടർച്ചയായുണ്ടായ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുകളും 784 ജലവിതരണ പദ്ധതികളെയും 404 ട്രാൻസ്ഫോമറുകളെയും ബാധിച്ചു. മാണ്ടിയിൽ മാത്രം 10 മേഘവിസ്ഫോടനങ്ങളാണ് ഉണ്ടായത്. 3 മിന്നൽ പ്രളയവും ഒരു വലിയ മണ്ണിടിച്ചിലും ഉണ്ടായതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ദുരന്തത്തിൽ വിവിധയിടങ്ങളിലായി കാണാതായവർക്കുള്ള തെരച്ചിലും രക്ഷാപ്രവർത്തനവും ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. കനത്ത മഴയാണ് ഇപ്പോഴും തുടരുന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ടി ജില്ലയിൽ 176 റോഡുകൾ ഉൾപ്പെടെ 200-ലധികം റോഡുകൾ അടച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. മാത്രമല്ല, മഴക്കെടുതിയിൽ മരണനിരക്ക് ഉയരുന്നത് ആശങ്കയുയർത്തുന്ന ഒന്നാണ്. 700 കോടിക്ക് മുകളിലുള്ള നാശനഷ്ടമുണ്ടായെന്നും സംസ്ഥാന ദുരന്ത നിവാരണ സേന അറിയിച്ചു. മരണസംഖ്യ ഇനിയും ഉയരുമെന്ന ആശങ്കയും നിലവിലുണ്ട്. ജൂലൈ 7 വരെ ദേശീയ കാലാവസ്ഥാ വകുപ്പ് ഇവിടം കനത്ത മഴ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ മാണ്ടി, ഷിംല എന്നിവിടങ്ങളിലാണ് മഴക്കെടുതി വലിയ രീതിയിൽ ബാധിച്ചത്. മാണ്ടിയിൽ മാത്രം 40-ന് മുകളിൽ ആൾക്കാരെ കാണാതായിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ദുരിതബാധിതർക്കായി ക്യാമ്പുകളും തുറക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. ദുരിതബാധിത മേഖലകളിൽ തിരച്ചിലും രക്ഷാപ്രവർത്തനവും ഊർജിതമായാണ് നടക്കുന്നത്. ജില്ലാ ഭരണകൂടം, പോലീസ്, ഹോംഗാർഡ്സ്, SDRF, NDRF ഉൾപ്പെടെയുള്ള കേന്ദ്ര സേനകൾ എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.